ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 94-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 93 എപ്പിസോഡുകളിലും ഈ വാക്കുകൾ കേൾക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത, തുടർ പഠനത്തിന് പ്രേരിപ്പിച്ച ഏവരെയും ദൈവസന്നിധിയിലെ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ എല്ലാവരും പഠിക്കേണ്ട പുസ്തകമാണ്, ധ്യാനിക്കേണ്ട പുസ്തകമാണ്, മനസ്സിരുത്തി വായിക്കേണ്ട പുസ്തകങ്ങളാണ്. ചിലപ്പോൾ ജീവിതത്തിലെ ചില പ്രതിസന്ധിയിൽ വലിയ തിയോളജിയും വലിയ ചിന്താധാരകളും ഒന്നും പിന്തുടരുവാൻ പറ്റാതെ പോകുന്ന അവസരങ്ങളിലും ലളിതമായി, സൗമ്യമായി, ശാന്തമായി നമുക്ക് വായിക്കാവുന്ന പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. 25-ാം സങ്കീർത്തനമാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇന്നേ ദിവസം 25-ാം സങ്കീർത്തനം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഞാൻ വായിക്കുകയാണ്. യഹോവയുടെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവേ, എൻ്റെ അകൃത്യം വലുതാകുന്നു, നിൻ്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോവ ഭക്തനായ പുരുഷനാര്? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കുന്നു. യഹോവയുടെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. വളരെ ലഘുവായിട്ട് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നിനക്കെന്നെ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നതിനെ നീ തെറ്റിദ്ധരിക്കുന്നത്. ഇത്രയും നാളായിട്ടും എന്നെ നിനക്ക് മനസ്സിലാക്കിയില്ലല്ലോ. പിതാവ് ചോദിക്കും, അമ്മയോട് ചോദിക്കും, ഇടി നീ എന്നോടൊപ്പം ഇത്രയും നാൾ കഴിഞ്ഞിട്ട് നീ എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. കുഞ്ഞുങ്ങളോട് ചോദിക്കും, അപ്പനും അമ്മയും ചോദിക്കും, എടാ നിങ്ങൾക്കൊക്കെ ഇത്രയൊക്കെ തന്നിട്ടും നിൻ്റെ അപ്പനെയും അമ്മയും നിനക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. ഗുരുക്കന്മാർ ചോദിക്കും, മക്കളെ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുന്നത് സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. നിങ്ങളെ ചതിക്കുന്നവരുടെ വാക്കുകൾ കേട്ട്, വഞ്ചിക്കുന്നവരുടെ വാക്കുകൾ കേട്ട് വിശ്വാസവും സ്നേഹവുമുള്ളവരെ നിങ്ങൾ മറന്നുപോയോ? ഈ ചോദ്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിച്ചോണം, യഹോവയുടെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. ദൈവത്തിൻ്റെ പാതകൾ എല്ലാവർക്കും ദയയും സത്യവുമല്ല. അവൻ്റെ ഉടമ്പടി പാലിക്കണം, സാക്ഷ്യങ്ങൾ പ്രമാണിക്കണം. യഹോവയുടെ ഉടമ്പടി, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവത്തിൻ്റെ ഉടമ്പടി 10 കൽപ്പനകളുടെ കമാൻഡ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഉടമ്പടികൾ. പുതിയ നിയമത്തിൽ അതിനെ ചുരുക്കി ആ കമാൻഡ്മെൻറ്റ്സിനെ, ടെസ്റ്റ്മെൻറ്റ്സിനെ ഒന്നുകൂടൊന്ന് സിംപ്ലിഫൈ ചെയ്ത്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, ആരാധിക്കണം, നിൻ്റെ സഹോദരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. ആ 2 കൽപ്പനകളിലാക്കി മാറ്റി. ചില ഉടമ്പടികളൊക്കെ ഉണ്ട്, നമ്മൾ പറയാറുണ്ട് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയാറുണ്ട്. ഈ കണ്ടീഷണൽ ക്ലോസുകളുടെ പ്രത്യേകത, ഇന്നതാണെങ്കിൽ ഇന്നത് ചെയ്യും, നീ പഠിച്ചാൽ നീ വിജയം പ്രാപിക്കും, നന്മയിൽ ജീവിച്ചാൽ നിനക്ക് അനുഗ്രഹമുണ്ടാകും, സത്യം പറഞ്ഞാൽ, ധർമ്മം പ്രവർത്തിച്ചാൽ നീ ഉന്നതനാകും, കള്ളം പറഞ്ഞാൽ നീ വീണുപോകും. ചില ക്ലോസുകളൊക്കെ ഉണ്ട്, അതായത് ഇഫ് ക്ലോസുകളുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഓർത്തോണം, യഹോവയുടെ ഉടമ്പടി പാലിക്കണം, സാക്ഷ്യങ്ങൾ പ്രമാണിക്കണം. ദൈവത്തിനൊരു ഉടമ്പടി എന്നോടും നിങ്ങളോടുമുണ്ട് പ്രിയപ്പെട്ടവരെ. അതൊരു പഴയ നിയമ ഉടമ്പടിയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. അതൊക്കെ നമ്മുടെ ആത്മീക ഔന്നത്യത്തിന് ഉതകുന്നതാണ്. എൻ്റെ ദൈവത്തിന് എന്നോടുള്ള ഉടമ്പടി എന്താണ്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ദൈവവുമായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവനെ, നീ ഉടമ്പടി എടുക്കേണ്ടതും അത് പുതുക്കേണ്ടതും ആരുടെ നാമത്തിലാണ്? സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഉടമ്പടി എടുക്കണം. കാരണം എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ തിരിച്ചോര കൊണ്ട് ഉടമ്പടി ഇട്ടവനായ എൻ്റെ കർത്താവ്. അതിനപ്പുറമായൊരു ഉടമ്പടിയില്ല. പരിശുദ്ധ മൂറോനാൽ മുദ്രയിട്ടവനാണ് നീ. അതിനേക്കാൾ ഒരു ഉടമ്പടി നിനക്കില്ല. കർത്താവിൻ്റെ സുഗന്ധമുള്ളവനാണ് നീ.
കർത്താവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവളാണ് നീ. അതിലും വലിയൊരു ഉടമ്പടിയില്ല. ദൈവകൃപയാകുന്ന ഉടമ്പടിയുടെ മുൻപാകെ നമ്മൾ സമർപ്പിക്കണം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉടമ്പടിയുടെ പുത്രിമാരായി നമ്മൾ മാറ്റപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് അത് കരുണയുടെ ഉടമ്പടിയാണ്, അത് സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിൻ്റെ സുഗന്ധമാണ് യഥാർത്ഥ ക്രിസ്തീയമായ ഉടമ്പടി. അത് നമ്മൾ പാലിക്കണം. ഞാനും നിങ്ങൾ ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കണം, ചില സമർപ്പണങ്ങൾ നടത്തണം. അതാ സ്പിരിച്വൽ സബ്മിഷൻ. അതുകൊണ്ട് ഓർത്തോണം, നമ്മളെപ്പോഴും ഓർത്തോണം, ഒരു ടെസ്റ്റമെൻ്റ് എന്നുള്ള കൺസെപ്റ്റോ കവനൻ്റ് എന്നുള്ള കൺസെപ്റ്റോ അല്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു സ്പിരിച്വൽ സബ്മിഷൻ. ഈ സ്പിരിച്വൽ സബ്മിഷൻ എന്ന് പറയുന്നത് യഥാർത്ഥമായ ദൈവിക ഉടമ്പടിയാണ്. എനിക്കെന്താ എൻ്റെ ദൈവത്തോട് ഉടമ്പടി ചെയ്യാനുള്ളത്? നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ചോദിക്കാം, കണ്ണുനീരോട് ചോദിക്കാം. ദൈവമേ, എനിക്ക് ചില ഉടമ്പടികൾ നിന്നോടുണ്ട്. പല കാര്യത്തിലും ഞാൻ വീണു പോയവനാണ്, നിന്നെ അറിയാതെ പോയവനാണ്. ഞാൻ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നേരത്തെ, നിൻ്റെ സന്നിധിയിൽ സത്യം ചെയ്തിട്ടുണ്ട്. ഇന്നത് ഞാൻ ചെയ്യത്തില്ല, ഇന്നടത്ത് പോകത്തില്ല, ഇന്ന കാര്യങ്ങൾ കാണത്തില്ല, വായിക്കത്തില്ല. ഞാനൊരു ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും. ദൈവമേ, എനിക്കത് നിറവേറ്റാൻ പറ്റിയിട്ടില്ല. പിന്നെയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായി ജീവിക്കും, മറ്റുള്ളവരെ സഹായിക്കും, കരുതും. ചില ഉടമ്പടികളുടെ ഭാഗമായിരുന്നു ഇതൊക്കെ. ഇതൊന്നും പാലിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. പിറ്റേ ദിവസമാകുമ്പോഴത്തേക്ക് പിന്നെയും ഇതൊക്കെ നമ്മൾ മറന്നുപോകും. മദ്യപിക്കത്തില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെയും മദ്യപിച്ചു. കൊള്ളരുതാത്ത വഴിത്താരയിലൂടെ പോകത്തില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെയും പോയിട്ടുണ്ട്. പഠിക്കേണ്ടതൊക്കെ പഠിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഭംഗിയായി പഠിക്കും. എൻ്റെ പേരൻസിൻ്റെ കണ്ണുനീരിൻ്റെ വില ഞാൻ തിരിച്ചറിയും. ചില ഉടമ്പടികളാണ്, ഞാൻ സഹായിക്കും. എനിക്കിന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന പോലെ ഇന്ന ആൾക്കാരെ സഹായിക്കും. ഇതൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ എടുത്തിട്ടുള്ള ചില ഉടമ്പടികളാണ്. പ്രിയമുള്ളവരെ, ഈ ഉടമ്പടി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ സാക്ഷിക്കും. ഉടമ്പടികൾ എടുത്തിട്ടുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട് പ്രിയമുള്ളവരെ? ദൈവനാമത്തിൽ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ചെയ്തു? ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന് അറിയാം. നമ്മൾ ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സത്യം ചെയ്യുമ്പോഴും നമ്മൾ മനുഷ്യരാണ്, ബലഹീനതയുള്ളവരാണ്. വളർന്നു വരുന്ന ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നു. പിതാക്കന്മാർ പഠിപ്പിക്കുന്ന പശ്ചാത്താപത്തെക്കുറിച്ച് പറയുന്ന അനുഭവം അതാ. നടക്കാൻ പഠിക്കുന്നു. അവൻ പതുക്കെ പതുക്കെ പിടിച്ച് എഴുന്നേൽക്കാൻ നോക്കും, പിന്നെയും മറിഞ്ഞു വീഴും, അടുത്ത തവണ പിന്നെയും വീഴും. പക്ഷെ എന്നിട്ടൊന്നും കുഞ്ഞിന് ആരോഗ്യമുള്ള കുഞ്ഞാണെങ്കിൽ അവൻ്റെ ശ്രമം അവൾ നിർത്തത്തില്ല, പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പലതവണ ശ്രമിച്ച് പതുക്കെ കട്ടിൽപ്പടിയിലും കസേരയുടെ കാലിലും ഒക്കെ പിടിച്ചെണീറ്റ് നിന്ന് ചിരിക്കുന്ന ഒരു ചിരി ഇല്ലയോ എൻ്റെ പ്രിയപ്പെട്ടവരെ? അതെ, വീണ് കിടന്ന കുഞ്ഞ് പലതവണ വീണിട്ടും പതുക്കെ പിടിച്ചെഴുന്നേറ്റ് കരയാതെ മറ്റുള്ളവരെ നോക്കി ചിരിക്കുന്ന ചിരി. എൻ്റെയും നിങ്ങളുടെയും ചില ഉടമ്പടികളൊക്കെ അങ്ങനെയാണ് കേട്ടോ. എല്ലാ ഉടമ്പടികൾ പാലിക്കണമെന്ന ആഗ്രഹമുണ്ട് നമുക്ക്, പക്ഷേ പാലിക്കാൻ പറ്റാതെ പോകും. ഞാൻ പറഞ്ഞല്ലോ, സത്യങ്ങൾ ചെയ്യാൻ ഏറ്റത് പറ്റാതെ പോകും, വാക്ക് കൊടുത്തത് പാലിക്കാൻ പറ്റാതെ പോകും. നമ്മൾ മനുഷ്യരോട് എത്രയോ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറയും ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കുന്നവർ. അതോടൊപ്പം മനുഷ്യരുമായി എടുത്ത ഉടമ്പടിയുണ്ട്, ഒത്തിരിയുണ്ട്. കടം വാങ്ങിച്ചത് ഞാൻ ഇത്രാം തീയതി തിരിച്ചു തരാം, എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ ഞാൻ പഠിപ്പിച്ചോളാം, നിൻ്റെ കുഞ്ഞിൻ്റെ വിവാഹത്തിന് ഞാൻ സഹായം നൽകാം, അല്ലെങ്കിൽ വീട് വയ്ക്കുമ്പോൾ കുറേ പണം നൽകാം, പഠിച്ചു കഴിഞ്ഞാൽ ഇന്നടത്ത് അഡ്മിഷൻ എടുത്തു തരാം. ഇതൊക്കെ നമ്മുടെ ഓരോ ഉടമ്പടികളായിരുന്നു കേട്ടോ, മനുഷ്യരുടെ ഇടയിലുള്ള ഉടമ്പടികളാണ്. ഇന്നും മനുഷ്യനുണ്ടല്ലോ, എപ്പോഴും പലപ്പോഴും ഓർത്തോണം, കപടഭക്തി നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയും അയ്യോ ദൈവവുമായിട്ടുള്ള ഉടമ്പടി തെറ്റിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവനെ, ദൈവം നിന്നോട് ഉടമ്പടി തയ്യാറാക്കുവാൻ വേണ്ടി പേപ്പറുമായിട്ടും പേനയുമായിട്ടും ഒന്നും ഇറങ്ങി വരുന്നില്ല. നിൻ്റെ സ്വന്തം മാംസരക്തങ്ങളാകുന്നവർക്ക് നിന്നെ തന്നെ മറച്ചു വയ്ക്കാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. യെശയ്യാ പ്രവാചകൻ 58-ാം അധ്യായത്തിൽ പറയുന്നു, യഥാർത്ഥ ഉപവാസം അനാഥരായിരിക്കുന്നവരെ ചേർത്തുകൊള്ളുന്നത്, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുന്നത്,
നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറച്ചു വയ്ക്കാതിരിക്കുന്നത്. സഹോദരനുമായിട്ടുള്ള ഉടമ്പടിയും സത്യവും പാലിക്കാത്തവൻ ദൈവവുമായിട്ടുള്ള ഉടമ്പടി പാലിക്കാൻ നടക്കുക. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാ. ഇന്നത്തെ ആധുനിക സുവിശേഷങ്ങളും ആധുനിക പ്രമാണങ്ങളും ഒക്കെ ഉയർത്തി കാണിക്കുന്ന അതാ. സ്വന്തം നാട്ടുകാരനോട് ചിരിക്കത്തില്ല, പറയത്തില്ല. അവനോട് മിണ്ടാത്തവർ മണിക്കൂറുകളോളം ഘോര സുവിശേഷം അങ്ങറ്റം വരെ പോകുകയാണ്. ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം പറയുന്നു എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് എന്തുവാ പ്രയോജനം? ആര് കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്? നമ്മളുടെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആദ്യത്തെ ഘട്ടം പ്രമാണത്തിൻ്റെ പറഞ്ഞു, രണ്ടാം ഘട്ടം പറഞ്ഞു. നമ്മളുടെ പ്രിയപ്പെട്ടവരോട് നമ്മളെടുത്ത ചില ഉടമ്പടികളുണ്ട്, പറഞ്ഞ ചില വാക്കുകളുണ്ട്. അവർക്ക് ഉടമ്പടിയുടെ പുത്രന്മാരും പുത്രിമാരുമായി നമ്മൾ ആയിത്തീരുക. ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുക. വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ വായിച്ചോണം. യഹോവയുടെ ഉടമ്പടി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഉടമ്പടി തിരിച്ചറിയാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ദൈവം മനുഷ്യരോട് ഉടമ്പടി ഉണ്ടാക്കുമോ? ദൈവം അത്യുന്നതനാണ്. പക്ഷേ ആ ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയാണ്. ദൈവം മനുഷ്യനിലേക്ക് തുളച്ചിറങ്ങുകയാണ്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരികയാണ്, ആത്മശക്തിയായി വരികയാണ്, ആത്മകൃപയായി വരികയാണ്. മനുഷ്യനുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കുക. സാധാരണയായിട്ട് ഓർത്തോണം, ആരോടൊക്കെയാണ് ഉടമ്പടി ഉണ്ടാക്കുന്നത്? ഒന്നുകിൽ തുല്യശക്തികൾ, നമുക്ക് യുദ്ധം വേണ്ട, അല്ലെങ്കിൽ ജയിച്ചവൻ തോറ്റവനുമായി ഉടമ്പടി ഉണ്ടാക്കുന്നു. കാരണം തോറ്റവനും അധികാരിയായിരുന്നു, രാജാവായിരുന്നു, ഉടമ്പടി ഉണ്ടാക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ പല കരാറുകൾ ഉണ്ടാക്കുന്നു. നദീജല കരാറുകൾ, തമിഴ്നാട്, കർണാടക, കാവേരി പ്രശ്നത്തിലൊരു ഉടമ്പടി, മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഉടമ്പടി, ഇതൊക്കെയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഉടമ്പടികൾ ഒത്തിരിയുണ്ട്. അപ്പോൾ ആരോടൊക്കെ ഉടമ്പടി ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഓർത്തോണം. ഇവിടെ പറയുകയാണ്, യഹോവയുടെ ഒരു ഉടമ്പടിയുണ്ട്, മനുഷ്യനുമായിട്ടുള്ളൊരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി പ്രമാണങ്ങളും സാക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെ ദൈവം സത്യവുമായിട്ട് മാറും. എന്നോട് ഉടമ്പടിക്ക് തയ്യാറാകുന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാ പ്രിയമുള്ളവരെ. പാപത്തിൽ വളരുന്ന, ഇന്നും പൂർണ്ണതയിലെത്താത്ത എന്നോട് നിങ്ങളോടും ദൈവം ഒരു ഉടമ്പടിക്ക് തയ്യാറാകുക എന്ന് വെച്ചാൽ അവന് ദൂതന്മാരില്ലാഞ്ഞിട്ടാണോ? എന്നോട് എന്തിനാ ദൈവം ഉടമ്പടിക്ക് തയ്യാറാകുന്നത്? ദൈവം എന്നോടൊരു ഉടമ്പടി പറയുന്നത് എന്തിനാ? നീ ഇന്ന രീതിയിൽ ജീവിക്കണം, പ്രമാണിക്കണം. കർത്താവിൻ്റെ വചനം ഒരു ഉടമ്പടിയാണ്, കർത്താവിൻ്റെ സാക്ഷ്യം ഉടമ്പടിയാണ്, വിശുദ്ധന്മാരുടെ ജീവിതചര്യകൾ ഉടമ്പടിയാണ്. ബലഹീനനായ എന്നോടും നിങ്ങളോടും ഉടമ്പടിക്ക് തയ്യാറാകുന്ന ദൈവത്തിൻ്റെ വലിയ മഹത്വം, അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഹൃദയംഗമായ അനുഭവമാണ്. വീണ്ടും പറയുന്നു, ഉടമ്പടി പ്രമാണിക്കണം. 2, സാക്ഷ്യങ്ങൾ പ്രമാണിക്കണം. കവനൻ്റ് എന്ന് പറയുന്ന ആ ദൈവിക ഉടമ്പടി പോലെ തന്നെ സ്പിരിച്വൽ വിറ്റ്നസ്സുകളുണ്ട്, സാക്ഷ്യങ്ങളും പ്രമാണിക്കണം. നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് സാക്ഷ്യം എന്ന് പറയുന്നത് എന്തിനെയാണ്? ദൈവം എനിക്കൊരു വീട് തന്നു, എൻ്റെ രോഗം മാറ്റി, എൻ്റെ ക്ഷീണം മാറ്റി, ഇതൊക്കെയാണ് സാക്ഷ്യമായിട്ട് പലരും പറയുന്നത്. ദൈവത്തിൻ്റെ നന്മയെ, ദൈവം തന്ന കൃപകളെ സമൂഹമധ്യത്തിൽ സാക്ഷിക്കണം. ദൈവം തന്ന കൃപകളും നന്മകളും സാക്ഷിക്കുക എന്ന് വെച്ചാൽ പണവും പ്രതാപവും തന്നതിനെക്കുറിച്ച് സാക്ഷിക്കുക എന്നുള്ളതല്ല. ചില സാക്ഷ്യങ്ങളുണ്ട്, ആത്മീക സാക്ഷ്യങ്ങളുണ്ട്. ദൈവം തന്നതിനെക്കുറിച്ച് ഹൃദ്യമായി വചനം പറയുന്നവരുണ്ട്, അതൊക്കെ ദൈവാത്മാവിൽ പറയുന്നവരാണ്. ചിലരൊക്കെ ഇന്ന് സാക്ഷ്യങ്ങൾ മാറി കള്ളസാക്ഷ്യങ്ങളായി മാറി. ചിലരുടെ സാക്ഷ്യം സെൽഫ് ബോസ്റ്റിംഗ് ആയിട്ട് മാറി. ഇതന്നെയാണോ സാക്ഷ്യങ്ങളെന്ന് പറയുന്നത്? ഇത് നമ്മുടെ സാക്ഷ്യം മാത്രമല്ല ഉള്ളത്, ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. അതായത് ഡിവൈൻ വിറ്റ്നസ് എന്ന് പറയുന്നത് എന്താ? ഏറ്റവും വലിയ സാക്ഷ്യമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യം, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സാക്ഷ്യം. അവൻ വളരണം, ഞാനോ കുറയണം. യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യം. യോഹന്നാൻ സ്നാപകൻ എരിഞ്ഞു പ്രകാശിക്കുന്ന ഒരു വിളക്കാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അവനേക്കാൾ വലിയവനില്ല. ഇത് ദൈവിക സാക്ഷ്യമാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ പ്രമാണിക്കണം. ദൈവം വെളിപ്പെടുത്തി തരുന്ന മർമ്മങ്ങൾ, ഒന്നുകൂടി പറഞ്ഞാൽ അതിനെ സാക്ഷ്യത്തെ മർമ്മങ്ങൾ എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. ദൈവത്തിൻ്റെ മർമ്മങ്ങൾ ഉൾക്കൊള്ളണം. ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ യാത്ര നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അത്
പാലിക്കാൻ പറ്റാതെ പോകുകയാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ സ്വീകരിക്കാൻ പറ്റാതെ പോകുകയാണ്. അതുകൊണ്ടാണ് ചിന്തകന്മാർ പറയുന്നത്, നന്നായി പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ പോയി അവൻ അന്നേരം ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും, അവിടെ പോയി പ്രാർത്ഥിക്കാത്ത നീ പോയി പറയരുത്, ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം എനിക്കെല്ലാം തന്നു, എൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ വലുതാക്കി. എൻ്റെ പ്രിയപ്പെട്ടവനെ, നീ പ്രാർത്ഥിച്ചതിനേക്കാൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും യഥാർത്ഥ നന്മകൾ ചെയ്തിട്ടും ചില മക്കൾ അവരിന്നും പ്രതിസന്ധിയിലും ദുരിതത്തിലുമൊക്കെയാണ്, കണ്ണുനീരിലുമൊക്കെയാണ്. അതുകൊണ്ടൊരു സ്വന്തം ബോസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു അനുഭവമായി ഇത്തരം തലങ്ങളെ മാറ്റി വയ്ക്കരുത്, ആക്കി തീർക്കരുത്. അതിൽ നിന്നൊരു മാറ്റത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളും നമ്മൾ പ്രമാണിക്കണം, ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കണം. അപ്പം ഉടമ്പടിയുടെ തെറ്റായ വ്യാഖ്യാനങ്ങളും സാക്ഷ്യത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങളും നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ടിരിക്കണം. യഥാർത്ഥ സാക്ഷ്യമെന്ന് പറയുന്നത് ഓർത്തോണം, ദൈവത്തെ കവച്ചു വെച്ച് പറയുക എന്നുള്ളതല്ല, ദൈവം പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ, കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളും നമ്മുടെ ജീവിതത്തിനൊരു അനുഭവമായിട്ട് തീരട്ടെ. വീണ്ടും പറയുന്നു, യഹോവേ, എൻ്റെ അകൃത്യം വലുതാകുന്നു, നിൻ്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോവ ഭക്തനായ പുരുഷനാര്, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. യഹോവ എൻ്റെ അകൃത്യം വലുതാകുന്നു. ആ വാക്കിലെ ആഠ്യതയും തെളിമയും നമ്മളത് ശ്രദ്ധിച്ചേ. ദൈവത്തോട് ഭക്തൻ സംസാരിക്കുകയാണ്, യഹോവേ, എൻ്റെ അകൃത്യം വലുതാകുന്നു. ലോകം നിന്നെ മഹാനെന്ന് പുലർത്തിക്കോട്ടെ, മഹതിയെന്ന് പറയട്ടെ, മിടുക്കനെന്നും മിടുക്കിയെന്നും പറയട്ടെ. ദാവീദ് പറഞ്ഞതുപോലെ അതിനിടയിലും പറയണം, ദൈവത്തോട് പറയണം, ദൈവം എൻ്റെ അകൃത്യം വലുതാകുന്നു. എൻ്റെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളഞ്ഞു ചെല്ലുന്ന വചനത്തിൻ്റെ ശക്തി കൊണ്ട് പറയണം, എൻ്റെ അകൃത്യം വലുതാകുന്നു. പൗലോസ് ശ്ലീഹ എത്രയോ വിശുദ്ധിയിലും നന്മയിലും ജീവിച്ചു, എന്തോരം പീഡനങ്ങൾ സഹിച്ചു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു, ദൈവമേ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അത് വെറുതെ ഒരു സാക്ഷ്യമല്ല, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. മനസ്സ് തകർന്നുള്ള അതിൻ്റെ ഒറിജിനൽ ആ ഒരു പരിഭാഷ നമ്മൾ നോക്കുമ്പോഴാണ്, ആ പ്രതി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഒരു മനുഷ്യൻ നിലവിളിച്ച് പറയുകയാണ്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എന്നെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വേദനിപ്പിക്കുന്നുണ്ട്. അത്ഭുതപ്പെട്ടോണം, സുവിശേഷം പറഞ്ഞ് മറ്റൊന്നിനും സമയമില്ലാത്ത മനുഷ്യനായിരുന്നു പൗലോസ് ശ്ലീഹ. അനവധി തവണ ജയിലിൽ കിടന്നവൻ, അടിയേറ്റവൻ, തൻ്റെ പാദം ആമത്തിലിട്ട് പൂട്ടപ്പെട്ടവൻ, വന്യമൃഗങ്ങളാലുള്ള ആപത്ത്, ദുഷ്ടമനുഷ്യരാലുള്ള ആപത്ത്, ഇതെല്ലാം സഹിച്ചവൻ, കപ്പൽ ഛേദമേറ്റവൻ. എന്നിട്ടും പറയുകയാണ്, ഇത്ര ദുരിതത്തിലൂടെ കടന്നു പോയിട്ടുമുണ്ടല്ലോ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പൗലോസ് പറയുകയാണ്. പ്രിയമുള്ളവരെ, ജഡത്തിൻ്റെയും മോഹത്തിൻ്റെയും ആഗ്രഹങ്ങളെയൊന്നും അതിജീവിക്കുവാൻ ഈ പീഡനങ്ങൾ ഏറ്റതുകൊണ്ടൊന്നും പറ്റത്തില്ല. ഇതൊക്കെ ഇങ്ങനെ മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. പൗലോസ് ശ്ലീഹ കരഞ്ഞാ പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അതിൻ്റെ ആഴം പറയാതെ, പരപ്പ് പറയാതെ, വ്യർത്ഥമായ ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ട് പ്രയോജനമില്ല. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, അതെ, ഈ ശരീരമെന്ന് പറയുന്നത്, ശരീരത്തിൻ്റെ ആസക്തി എന്ന് പറയുന്നത് അതിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അതെവിടാ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല, അതെവിടാ മറിഞ്ഞിരിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയത്തില്ലേ, ചില കുഞ്ഞുങ്ങളുണ്ട്, പപ്പ മമ്മി എന്നൊക്കെ കിടന്ന് കുറേ നേരം കിടന്ന് വിളിക്കും. പക്ഷേ കുറച്ച് നേരം കിടന്ന് വിളിച്ചു കഴിഞ്ഞാലും അവരാരും ശ്രദ്ധിക്കത്തില്ലെങ്കിൽ അവസാനം ഉറക്ക കിടന്ന് കരയും. കരയുന്ന ഉടനെ മാതാപിതാക്കൾ ഓടിയെത്തും, എൻ്റെ കുഞ്ഞിനെന്തോ സംഭവിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിലും അല്പാൽപമായിട്ടൊക്കെ കരയണം. അലറി വിളിച്ചു കൂവിയിട്ടൊന്നും കാര്യമില്ല. അലറി വിളിച്ചു കൂവുന്നതല്ല യഥാർത്ഥ സാക്ഷ്യം. വ്യർത്ഥമായ വാക്കുകൾ പറഞ്ഞിട്ട് അന്യഭാഷയെന്ന് പറയുന്നതല്ല യഥാർത്ഥ പ്രാർത്ഥന. പൗലോസ് ശ്ലീഹ പറഞ്ഞ വാചകമുണ്ട്, എല്ലാവരേക്കാളും ഉപരി അന്യഭാഷ പറയുന്നവനാണ് ഞാൻ, പക്ഷേ മറ്റൊരുവന് മനസ്സിലാകാൻ തക്കവണ്ണം ഞാൻ അത് മറ്റുള്ളവരുടെ മുൻപിൽ പറയുന്നില്ല. അന്യഭാഷ പറയുന്നവൻ വ്യാഖ്യാനിയില്ലെങ്കിൽ ദൈവത്തോടും മനുഷ്യനോടും പറയട്ടെ. കാരണം പ്രിയമുള്ളവരെ, ഒരു കാര്യം ആലോചിച്ചോണം, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരില്ലെങ്കിൽ, പ്രസംഗിക്കുമ്പോൾ ഹൃദയസ്പർശിയായി മാറിയില്ലെങ്കിൽ, പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരില്ലെങ്കിൽ,
അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് ഓർത്തുകൊള്ളണം. ഇതൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. മനുഷ്യൻ, നമ്മൾ തന്നെ ഓരോരുത്തരും കേൾക്കുന്നവർ ചിന്തിച്ചോണം, ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എത്ര നീ തന്ന പ്രാർത്ഥന വരുന്നു, നിൻ്റെ തിരുരക്തത്തിൻ്റെ മണമുള്ള പ്രാർത്ഥന വരുന്നു, ആത്മശക്തിയോടെയുള്ള പ്രാർത്ഥന വരുന്നു. ഇന്ന് മനുഷ്യർക്ക് ഇതൊന്നും ആഗ്രഹമില്ല, ഇതൊന്നും ആവശ്യമില്ല. അവൻ ആവശ്യമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യം വെളിപ്പെടണം, അത്ഭുതങ്ങൾ സംഭവിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ ഓർത്തോണം, അത് പ്രകടമായി തീരുന്നത് വിശ്വാസിക്കല്ല, അവിശ്വാസിക്ക. എൻ്റെ സഹോദര സഹോദരി, നീ ഒരു വിശ്വാസിയാണ്. നീ അത്ഭുതത്തിൻ്റെ പിന്നാലെ ഓടി അവിശ്വാസിയെപ്പോലെ പാഠം പഠിക്കാൻ ഓടരുത്. നിനക്കിപ്പോൾ വേണ്ടത് പാലല്ല, പ്രായത്തിനനുസരിച്ച് കട്ടിയുള്ള ആഹാരമാണ് തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ. അതുകൊണ്ട് ഓർത്തോണം, ഇതൊക്കെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക ധാരകളിലായിരിക്കുന്നവർക്ക് ദൈവം ചില അനുഭവങ്ങളായി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കൊടുക്കും. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കുറുക്കി കൊടുക്കുന്നത് പോലെ 10 വയസ്സുള്ള കുഞ്ഞിന് കൊടുക്കണമെന്നില്ല, 25 വയസ്സുള്ളവൻ അങ്ങനെ കൊടുക്കണമെന്നില്ല. ഇറച്ചിയും മീനും ഒക്കെ കൊടുക്കുമ്പോൾ പൊടിച്ചു കൊടുക്കുന്ന പോലെ കൊടുക്കത്തില്ല. അതുപോലെ എപ്പോഴും ഓർത്തോണം എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, എല്ലാം ദൈവനാമത്തിൽ നിന്നൊരു പ്രത്യേക രീതിയിൽ വാങ്ങിയെടുക്കാമെന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് ഇഷ്ടമുള്ളത് എനിക്ക് തന്നാൽ മതി, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയപ്പെട്ടാൽ മതി. അങ്ങനെ അതൊക്കെ നമ്മൾ ഓർക്കുമ്പോഴുണ്ടല്ലോ, കൂടുതൽ കാര്യങ്ങളൊന്നും പറയത്തില്ല. ദൈവമക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവനവനെ തന്നെ മറക്കും, ആവശ്യങ്ങളും മറക്കും, ചിലപ്പോൾ കുടുംബത്തെ മറക്കും, ചുറ്റുവട്ടങ്ങളെ മറക്കും. ആത്മാവിൽ ജനിച്ചവനെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നത്, കാറ്റെവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് നീ അറിയുന്നില്ല, കാറ്റെവിടെ നിന്ന് വീശുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് അറിയത്തില്ല. അതുപോലെ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല. ആത്മാവിൽ ജനിക്കുന്നവനൊക്കെയും അങ്ങനെയാണ്. അവന് ഭൗതികതയുടെ ഭാരമില്ല. അവൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റിൻ്റെ സുഗന്ധമുണ്ടാകും, ആ ശാന്തതയുണ്ടാകും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, യഹോവയുടെ അകൃത്യം വലുതാകുന്നു. ഇതൊക്കെ ഒരു വലിയ സാക്ഷ്യമാണ്. നമ്മളുടെ നീതി പറഞ്ഞുകൊണ്ട് ദൈവത്തെ തൃപ്തിപ്പെടുത്താമെന്ന് ആരും ചിന്തിക്കരുത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ മനുഷ്യൻ്റെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ നീതി പ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി പോലെ. അതിൻ്റെ അപ്പുറമായൊരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. എൻ്റെ അകൃത്യം വലുത്. നമ്മൾ മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പ്രശ്നമുണ്ട്, കുറവുകളുണ്ട് എന്ന് മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പറയേണ്ടവനോട് പറയണം, പങ്കുവെക്കേണ്ടവനോട് പങ്കുവെക്കണം. അല്പസ്വല്പ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് പങ്കുവെച്ചാൽ അവർ നമ്മളെ കളിയാക്കും, ചതിക്കും, വഞ്ചിക്കും. ദൈവത്തോട് പങ്കുവെക്കണം, ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ഏറ്റുപറയണം. ആഖാനോട് യോശുവ പറഞ്ഞതുപോലെ നിന്റെ പാപങ്ങൾ നീ ഏറ്റുപറയണം. ആ ശപഥാർപ്പിത വസ്തു അവൻ മോഷ്ടിച്ചതുകൊണ്ട് ഇസ്രായേലിന് പരാജയം പറ്റി. ആയതുപോലെ പല കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇന്ന് വലിയ പരാജയങ്ങളുള്ളത് ഓർത്തുകൊള്ളണം. പലരുടെയും പാപങ്ങൾ അത് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്, അത് അഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ശാപങ്ങൾ അഴിയണം. അകൃത്യത്തിൻ്റെ ശാപം, വീഴ്ചകളുടെ ശാപം, ദൂഷ്യത്തിൻ്റെ ശാപം, ഇതൊക്കെ ഒന്ന് അഴിഞ്ഞേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ വിളിക്കുന്നവരായി തീരുക, യഥാർത്ഥ പശ്ചാത്താപികളായി തീരുക. ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവെ, സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കർത്താവെ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. കൂടുതൽ വലിയ പ്രാർത്ഥനകളൊന്നുമല്ല, നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ നമുക്ക് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവെ, പാപിയായ എന്നോട് കരുണ തോന്നണമേ, മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ. കർത്താവായ യേശുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. 25 സങ്കീർത്തനം 10-11 വാക്യങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടിയും സാക്ഷ്യവും മനസ്സിലാക്കുവാനും ദൈവസന്നിധിയിൽ പശ്ചാത്താപത്തോടെ സമർപ്പിക്കുവാനുമുള്ള നമ്മളുടെ ആത്മീക ചിന്തയെ ഉദ്ദീപിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.